നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. KSRTC മാറ്റങ്ങളുടെ പാതയിലെന്ന് മന്ത്രി ഗണേഷ് കുമാർ. ചലോ ആപ്പ് സംവിധാനം ഉടൻ കൊണ്ടുവരും. ഓർഡിനറി ബസ് മുതൽ എല്ലാം പുതിയത് വാങ്ങുമെന്നും മന്ത്രി. ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി അമ്മയും 2 പെൺമക്കളും മരിച്ചു. മരിച്ചത് പാറോലിക്കൽ സ്വദേശിനിയും മക്കളും. കുടുംബ പ്രശ്നം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് പോലീസ്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശം. അറസ്റ്റിലായ PC ജോർജിന് ജാമ്യം. ചികിത്സയ്ക്കായി PC ജോർജിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പൊൻകുന്നത്തിന് ഇനി ഉത്സവലഹരി നിറഞ്ഞ രാപ്പകലുകൾ. പുതിയകാവിൽ കൊടിയേറി കുംഭഭരണിയും ആറാട്ടും മാർച്ച് 4-ന്. വാർത്തകൾ വിശദമായി. KSRTCയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചലോ ആപ്പ് സംവിധാനം ഉടൻ കൊണ്ടുവരുമെന്നും ഇനി മുതൽ ഓർഡിനറി ബസ്സുകൾ മുതൽ എല്ലാം പുതിയതായി വാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ പുതുതായി നിർമ്മിക്കുന്ന KSRTC ബസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. 7.05 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. 905 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് കെട്ടിടം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ശീതീകരിച്ച ഡോർമെട്രി സൗകര്യം ഉൾപ്പെടെ ഉണ്ടാകും. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. KSRTC മാറ്റത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 1-2 മാസത്തിനുള്ളിൽ തന്നെ ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുത്തു തുടങ്ങും. പെൻഷനും കൃത്യമായി നൽകും. സാധാരണക്കാർക്കും എയർ കണ്ടീഷൻ ബസ്സിൽ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കും. വൈകാതെ തന്നെ ചലോ ആപ്പ് സംവിധാനം കൊണ്ടുവരും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മാത്രമല്ല, ബസ് എവിടെ എത്തി, സീറ്റ് ഒഴിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ആപ്പിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയും. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന KSRTC കാർഡുകളും വീണ്ടും കൊണ്ടുവരും. പുതിയ ബസ് വാങ്ങുമ്പോൾ പഴയ ബസ് താഴെത്തട്ടിലുള്ള സർവീസുകളാക്കി മാറ്റുന്ന രീതിയും നിർത്തുകയാണ്. ഇനി ഓർഡിനറി ബസ്സുകൾ മുതൽ എല്ലാം പുതിയതായി വാങ്ങും. കൃത്യസമയത്ത് മുടങ്ങാതെ സർവീസുകൾ നടത്താൻ ജീവനക്കാർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൃത്യമായി വണ്ടി പോവുകയും വരികയും ചെയ്താൽ ആളുകൾ അത് ഇഷ്ടപ്പെടും. ചലോ ആപ്പുമായി ഒരു എഗ്രിമെന്റ് എത്തിയിട്ടുണ്ട്. ചലോ ആപ്പ് എന്നൊരു ആപ്പ് വരാൻ പോവുകയാണ്. ആ ആപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ എല്ലാ ടിക്കറ്റ് മെഷീനും എല്ലാ വണ്ടിയുടെ നിൽക്കുന്ന പൊസിഷനും GPS വഴി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ആപ്പിൽ കിട്ടും. റെയിൽവേയുടെ ആപ്പ് പോലെ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഓരോ യാത്രക്കാർക്കും ചങ്ങനാശ്ശേരിയിലേക്ക് വരാൻ പോകുന്ന ബസ്സുകളുടെ സമയം കാണാൻ പറ്റും. അതായത് ഒരു വണ്ടി തിരുവല്ല പാസ് ചെയ്തു, ആ വണ്ടിയിൽ സീറ്റ് ഉണ്ടോ, ഇരിക്കാൻ പറ്റുമോ, ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിസർവ് ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തോടുകൂടി ചലോ ആപ്പ് 2-3 മാസത്തിനുള്ളിൽ കേരളം മുഴുവൻ വ്യാപകമായി വരും. ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ ചെയർമാൻ സണ്ണി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി അമ്മയും മക്കളും മരിച്ചു. പാറോലിക്കൽ സ്വദേശിനി ഷൈനിയും 11ഉം 10ഉം വയസ്സു വീതമുള്ള 2 പെൺമക്കളുമാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനം. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി അമ്മയും മക്കളും മരിച്ചു. വെള്ളിയാഴ്ച വെളുപ്പിന് ഏറ്റുമാനൂരിന് സമീപം പാറോലിക്കൽ കവലയിലെ റെയിൽവേ ട്രാക്കിലാണ് സംഭവമുണ്ടായത്. പാറോലിക്കൽ സ്വദേശിനി ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരെയാണ് ട്രെയിൻ തട്ടിയത്. ആത്മഹത്യയെന്നാണ് ഏറ്റുമാനൂർ പോലീസ് നൽകുന്ന വിവരം. മൂവരും ഹോൺ മുഴക്കിയിട്ടും ട്രാക്കിൽ നിന്നും മാറിയില്ലെന്ന് ലോക്കോ പൈലറ്റ് പോലീസിൽ അറിയിച്ചു. സംഭവം കണ്ട നാട്ടുകാർ പോലീസിലും റെയിൽവേ പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു. ട്രെയിനടിച്ച് 3 പേരും ചിന്നിച്ചിതറിയതിനാൽ ആരാണ് മരണപ്പെട്ടതെന്ന് ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിവരം. തൊടുപുഴ സ്വദേശിയായ ഭർത്താവ് നോബിയുമായി ഷൈനി പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഇരുവരും തമ്മിൽ വേർപിരിയാൻ കോടതിയിൽ കേസ് നടക്കുകയാണ്. കഴിഞ്ഞ 9 മാസമായി ഷൈനി പാറോലിക്കലിലെ വീട്ടിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ജനപക്ഷം നേതാവ് PC ജോർജിന് ജാമ്യം ലഭിച്ചു. ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് PC ജോർജ് ജാമ്യാപേക്ഷ നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും PC ജോർജിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം PC ജോർജിന് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മകൻ ഷോൺ ജോർജ് പറഞ്ഞു. രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ശബ്ദിക്കാതിരിക്കാൻ PC ജോർജിന് കഴിയില്ലെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കാലാകാലങ്ങളായി മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ വഖഫ് ബില്ല് വന്നപ്പോൾ ഇപ്പം നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് ഇവിടെ ഇതിനകത്ത് ഇടപെട്ടേക്കുന്ന ആരാണ്? മുസ്ലിം ലീഗിൻ്റെ ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയാണ്. സുപ്രീം കോടതിയിൽ കാവിട്ടിട്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിക്ക് സുപ്രീം കോടതിയിൽ കാവിട്ടിടാനുള്ള സംവിധാനം. അപ്പോൾ മുസ്ലിം നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞത് എന്താണ് സംഭവം? വഖഫ് വിഷയത്തിൽ PC ജോർജും ഞങ്ങളുമൊക്കെ എടുത്ത സമീപനം വലിയ രീതിയിൽ അസ്വസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു.
ആ വഖഫ് ബില്ല് ഇന്നലെ ദൈവം അനുഗ്രഹിച്ച് അത് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭയിൽ കൂടെ വഖഫ് ബില്ല് ഇന്നലെ അനുമതി കൊടുത്തിരിക്കുകയാണ്. അത് ഉടനെ വരും. അപ്പം അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. ഇവരെത്ര പ്രതിരോധിച്ചാലും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ അത് ആര് പറഞ്ഞാലും അതെ ഈ ഏതെങ്കിലും മതത്തെ അവമാനിക്കുന്ന സമീപനമല്ല ഞാൻ പറഞ്ഞത്. ഈ രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കാതെ മുമ്പോട്ട് പോകാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കൃഷിയോട് കഴിയും. അത് തുടർന്നും അങ്ങനെ വരില്ലേ. പൊൻകുന്നത്തിന്റെ ഉത്സവ ദിനങ്ങൾക്ക് തുടക്കം. പുതിയകാവിൽ അമ്മയുടെ തിരുവുത്സവത്തിന് കൊടിയേറി. ആശ്രിത വത്സലയും അഭീഷ്ട വരദായിനിയുമായ പൊൻകുന്നം പുതിയകാവിലമ്മയുടെ തിരുവുത്സവ ദിനങ്ങൾക്ക് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് ചിറക്കടവ് വടക്കുംഭാഗം NSS കരയോഗത്തിൽ നിന്നും താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ തൃക്കൊടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചു. തുടർന്ന് കൊടിമര ചുവട്ടിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി മീനച്ചിൽ കല്ലമ്പള്ളി ഇല്ലത്ത് വിശാഖ നാരായണൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും തൃക്കൊടിയേറ്റി. നിരവധി ഭക്തർ ദേവീസ്തുതികൾ ചൊല്ലി കൊടിയേറ്റ് തൊഴുതു. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി നടന്നു. നാദസ്വരവും തവിലും അകമ്പടിയായി. അഞ്ചാം ഉത്സവ ദിനമായ മാർച്ച് 3 തിങ്കളാഴ്ച വരെ ക്ഷേത്രത്തിൽ ഉത്സവബലിയും ദർശനവും നടക്കും. മാർച്ച് 6-നാണ് കുംഭഭരണി. രാവിലെ 11-ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിക്കും. ഉച്ചകഴിഞ്ഞ് ചിറക്കടവ് ക്ഷേത്രച്ചിറയിലെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളത്തും 6 മണിക്ക് തിരുവാറാട്ടും നടക്കും. പുലർച്ചെ 1 മണിക്കുള്ള ആറാട്ട് എതിരേൽപ്പിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് എം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നേതൃയോഗം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബഡ്ജറ്റിൽ അന്യായമായി വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസും കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വനം വന്യജീവി നിയമങ്ങൾ പരിഷ്കരിക്കണമെന്നും കേന്ദ്ര നിയമങ്ങളിൽ അടിയന്തര ഭേദഗതികൾ വരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസും MLA-മാരുടെ നേതൃത്വത്തിൽ മാർച്ച് 27-ന് നടത്തുന്ന ഡൽഹി ധർണയ്ക്ക് യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AM മാത്യു ആനിത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നേതൃയോഗം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പാർട്ടിയിൽ നമ്മളുടെ കിടക്കുന്നത് ഭൂനികുതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഭൂനികുതിയിലുണ്ടായ വലിയൊരു വർധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് കർഷകർക്ക് ഗുണമേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സമയം നമ്മുടെ പാർട്ടിയിൽ ചർച്ച ചെയ്തു. ആ വിഷയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ ചർച്ചകൾ വരുന്ന സമയം ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പലപ്പോഴും എടുത്ത ചില നികുതികൾ പിൻവലിക്കാറുണ്ട്. സാധാരണ നമ്മളെ ഈ കാര്യത്തിൽ നമ്മുടെ ആശങ്കകൾ അറിയിച്ച് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ തോമസ് വെട്ടുവേലിൽ, മണിമല പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ സിറിൽ തോമസ്, പൊൻകുന്നം മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റായി ചുമതലയേറ്റ ഷാജി പാമ്പൂരി, കേരള പ്രൊഫഷണൽ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശ്രീകാന്ത് S ബാബു, കേരള കോൺഗ്രസ് സംസ്കാരവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കുന്നപ്പള്ളി എന്നിവരെ പാർട്ടി വൈസ് ചെയർമാൻ ഡോക്ടർ N ജയരാജ് ആദരിച്ചു. ഡോക്ടർ ബിബിൻ K ജോസ്, സുനിൽ കുന്നക്കാട്ട്, റജി പോത്തൻ, സണ്ണിക്കുട്ടി അഴകമ്പ്ര, MC ചാക്കോ, ചെറിയാൻ ജോസഫ്, ജെസ്സി ഷാജൻ, മേഴ്സി ജോസഫ്, രഞ്ജിനി ബേബി, ബിജു ചക്കാല തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽ ജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോരത്തോട് മടുക്ക സ്വദേശി വിവേക് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. 1-ാം വർഷ വിദ്യാർത്ഥികളെ ഇവർ ക്രൂരമായി റാഗ് ചെയ്യുന്നതാണ് പരാതി. 3 മാസത്തോളം റാഗിംഗ് നീണ്ടു നിന്നുവെന്നാണ് പരാതി.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പാറ, മണൽ, മെറ്റിൽ തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശിക തീർത്ത് നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടന്നത്. AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ ഭാഗമായാണ് ഇന്ന് ഇതുപോലെ കോട്ടയം ജില്ലയിലെ നമ്മുടെ തൊഴിലാളികൾ ഇതുപോലെ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച ഒരു തൊഴിലാളി ക്ഷേമനിധി ബോർഡായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. നമ്മൾക്കറിയാം, പെൻഷന്റെ കാര്യത്തിൽ, ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന, നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ ഏറ്റവും പ്രധാന ആശ്രയമായ ഈ മേഖല. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ VK സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, സാബു പുതുപ്പറമ്പിൽ, KT പ്രമദ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വൈക്കം ചെമ്മനത്തുകര ISDP പട്ടികവർഗ കോളനി നിവാസികളുടെ പട്ടയ പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോളനി നിവാസികൾ കോട്ടയത്തെ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആദിവാസി ഭൂ അവകാശ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. വൈക്കം TV പുരം ചെമ്മനത്തുകര ISDP പട്ടികവർഗ കോളനിയിലെ 35 കുടുംബങ്ങളിൽ പട്ടയത്തിന് അപേക്ഷ നൽകിയിരുന്നവരും കാഞ്ഞിരപ്പള്ളി ITDP പ്രോജക്ട് ഓഫീസറിൽ നിന്നും അനുമതി ലഭ്യമായതുമായ 24 ഗുണഭോക്താക്കൾക്കാണ് പട്ടയം വിതരണം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടത്തിയിരുന്നു. എന്നാൽ ബാക്കിയുള്ള 11 കൈവശക്കാർക്ക് പട്ടികവർഗ വകുപ്പിന്റെ അനുമതി ലഭ്യമായില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി പട്ടയം നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ആദിവാസി ഭൂ അവകാശ സമിതി നേതൃത്വത്തിൽ വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് കോട്ടയത്തെ കളക്ടറേറ്റിന് മുന്നിലേക്കും സമരം വ്യാപിപ്പിച്ചത്. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ഭാരവാഹി അഡ്വക്കേറ്റ് PJ മാനുവൽ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനതയ്ക്ക് ഭൂമി വേണ്ടെന്ന് വെക്കാം, ആദിമ ജനവിഭാഗങ്ങൾക്ക് ഭൂമി വേണ്ടെന്ന് വെച്ച് കടുത്ത വഞ്ചനയിലൂടെ ഉണ്ടാക്കിയ കാർഷിക ബന്ധ നിയമം പോലുള്ള നിയമം ഉണ്ടാക്കി 2 വർഷത്തോളം അത് വെച്ചുകൊണ്ടിരുന്ന് മിച്ച ഭൂമിയെല്ലാം കൈവശപ്പെടുത്താനായിട്ട് ജന്മികളെ അനുവദിച്ചുകൊണ്ട് എന്ന് മാത്രമാണോ, തോട്ടഭൂമി തന്നെ വലിയ സമ്പന്നന്മാർക്ക് സുഗന്ധ വിളകൾ ഉണ്ടാക്കുന്ന വലിയ സമ്പന്നന്മാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച്, സാമ്രാജ്യത്വ താല്പര്യത്തിൽ മാറ്റിവെച്ചിട്ടാണ് ഈ നിയമനിർമ്മാണം നടത്തിയത്. NDLF നേതാവ് PO ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ആദിവാസി ഭൂവകാശ സമിതി ചെയർമാൻ അപ്പു കാപ്പിൽ, കൺവീനർ കണ്ണൻ വൈക്കം, വിവിധ സംഘടനാ നേതാക്കളായ IR സദാനന്ദൻ, MK ദാസൻ, ശശി കുട്ടൻ ഭാഗത്താനം, രമേശ് അഞ്ചിലശ്ശേരി, VC ജെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാലിന്യ കൂമ്പാരം മാറ്റി പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും ഒരുക്കി ശുചീകരണ തൊഴിലാളി മാതൃകയായി. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ ചുറ്റുവട്ടമാണ് മനോഹരമാക്കിയത്. പാർട്ട് ടൈം സ്വീപ്പറായ ഹരികുമാർ മറ്റക്കരയാണ് ഈ മാതൃകാ കർഷകൻ. ഇവിടെ പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പച്ചക്കറി വിളവെടുപ്പ് ആശുപത്രി RMO ഡോക്ടർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ തുടച്ചു മാറ്റി പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും ഒരുക്കി ശുചീകരണ തൊഴിലാളി. പാലാ KM മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രി വളപ്പിലെ മാലിന്യം നീക്കം ചെയ്ത് പച്ചക്കറിത്തോട്ടം ഒരുക്കിയത് ഇവിടുത്തെ പാർട്ട് ടൈം സ്വീപ്പറായ ഹരികുമാർ മറ്റക്കരയാണ്. കുപ്പിച്ചില്ലുകളും സിറിഞ്ചും പഴയ കെട്ടിടാവശിഷ്ടങ്ങളും മാലിന്യവും ഉൾപ്പെടെ നിറഞ്ഞ ചുറ്റുപാട് വൃത്തിയാക്കിയാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കിയത്. മാലിന്യം നിറഞ്ഞ LTP പ്ലാന്റിന്റെ പരിസരം മൾച്ചിംഗ് ഷീറ്റ് വിരിച്ച് മനോഹരമാക്കിയാണ് ഗ്രോ ബാഗിൽ പച്ചക്കറികൾ വിളയിച്ചത്. ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവറും കാബേജും കൂടാതെ മുളക്, വെണ്ട, വഴുതന, കുക്കുംബർ, മത്തൻ, ചീര, തക്കാളി എന്നിവയെല്ലാം വിളയിച്ചെടുത്തു. തുമ്പൂർ മൂഴിയിൽ നിന്നും ലഭിക്കുന്ന വളങ്ങളും LTP പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന ശുചീകരിച്ച വെള്ളവും പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രങ്ങളും തെർമോകോൾ ബോക്സിലും പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. മാലിന്യ കൂമ്പാരത്തെ ആമ്പൽക്കുളമാക്കിയും ഹരികുമാർ മാറ്റി. മറ്റ് ചെടികളും ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു എക്സിബിഷൻ സെന്ററാക്കി ആശുപത്രിയെ മാറ്റുകയാണ് ഹരികുമാറിന്റെ ലക്ഷ്യം. ആശുപത്രിയിലെ രോഗികളുണ്ട്, കൂട്ടിരിപ്പാരുണ്ട്, ഇവരൊക്കെ വരുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ മനസ്സിന് ഒരു അല്പം സന്തോഷം നമുക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശമാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക.
അതിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളും നമ്മൾ വൃത്തിയാക്കി. അതിൻ്റെ ഒരു ഭാഗം കൂടെ ഞങ്ങൾ ഇത് ആക്കുവാനായിട്ട് ഉദ്ദേശിക്കുക. നമുക്കറിയാം, ഇവിടെ ഏറ്റവും ആൾക്കാർ വരികയില്ലാത്തൊരു സ്ഥലമായിരുന്നു ഇത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ തുമ്പൂർമൊഴി ഇവിടെയുണ്ട്, അത് വേസ്റ്റിൻ്റെ സാധനമാണ്. അതുപോലെ തന്നെ ആറോ പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കോ വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദ്രാവകം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മുഷിച്ചിലും വരാൻ താല്പര്യമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് പറയാം, അതിലെ വരുന്ന ആൾക്കാരെല്ലാം, ഇവിടെ വരുന്ന ആൾക്കാർ പകുതി പേരും നേരെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾക്ക് കൃഷി പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ തികച്ചും ജൈവമായിട്ടാണ് ഇതിൻ്റെ എല്ലാം സ്ലറിയാണ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ജൈവ കൃഷിയിലും ഹൈടെക് കൃഷിയിലും ഡിപ്ലോമ നേടിയിട്ടുള്ള ഹരികുമാർ അകലക്കുന്നം കൃഷിഭവനിലെ LRP കൂടിയാണ്. കൂടാതെ പാല അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗം കൂടിയാണ് ഹരികുമാർ. ആശുപത്രിയിൽ നടന്ന പച്ചക്കറി വിളവെടുപ്പ് RMO ഡോക്ടർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. അടുക്കളത്തോട്ടം ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മെയിൻലി ഇതിൻ്റെ നേതൃത്വം വഹിച്ചത് നമ്മളുടെ ഹരികുമാർ ചേട്ടൻ, ഹരികുമാർ മറ്റക്കര, പിന്നെ നമ്മുടെ മിനി, HID മിനിസ്റ്റർ, നേഷൻ സൂപ്രണ്ട് രാജു സാറുണ്ട്. രാജു സാറും ഇവർക്കെല്ലാം ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിലാണ്. നോക്കൂ, ഇത്രയും പച്ചക്കറി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേസ്റ്റും അതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് പുഴു, അത് തിന്ന് ആ പുഴുവിനെ നമ്മൾ അതിൽ നിന്നുള്ള ആ ദ്രാവകം നേർപ്പിച്ച് തളിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കൂ, തക്കാളി, കോളിഫ്ലവർ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വഴുതനങ്ങ, അതെ, മറ്റേ തിന്നാൻ പറ്റുന്ന കക്കിരിക്ക, അതെ, പിന്നെ വഴുതനങ്ങ, അവിടെയും വഴുതനങ്ങയുണ്ട്. ഇത് നമ്മുടെ കിച്ചണിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇത് കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ, പച്ച നിറത്തി ചീരയുണ്ട്. സോ ഞാൻ പ്രത്യേകം ഹരികുമാറിനെയും ഇതിന് ചാർജായിട്ടുള്ള സിസ്റ്ററിനെയും മിനിയും ബാക്കിയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. RMO ഡോക്ടർ രേഷ്മ, നഴ്സിംഗ് സൂപ്രണ്ട് ഷെറീഫ VM, HIC ഓഫീസർ രാജു VR, HIC നഴ്സിംഗ് ഓഫീസർ സിന്ധു P നാരായണൻ, സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി ചാക്കോ എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. കോട്ടയം താലൂക്ക് വികസന സമിതി യോഗം മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 10:30 കോട്ടയം താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. സ്കോൾ കേരള മുഖേന സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ കോഴ്സ് 2ാം ബാച്ചിലേക്ക് പ്രവേശനം നീട്ടി. മാർച്ച് 15 വരെ പിഴയില്ലാതെയും 25-ന് ശേഷം 100 രൂപ പിഴയോടെയും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. വിവരങ്ങൾക്ക് ഫോൺ 0481 330443 9496 094157. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC മാറ്റങ്ങളുടെ പാതയിലെന്ന മന്ത്രി ഗണേഷ് കുമാർ. ചലോ ആപ്പ് സംവിധാനം ഉടൻ കൊണ്ടുവരും. ഓർഡിനറി ബസ് മുതൽ എല്ലാം പുതിയത് വാങ്ങുമെന്നും മന്ത്രി. ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി അമ്മയും 2 പെൺമക്കളും മരിച്ചു. മരിച്ചത് പാറോലിക്കൽ സ്വദേശിനിയും മക്കളും. കുടുംബ പ്രശ്നം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് പോലീസ്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശം. അറസ്റ്റിലായ PC ജോർജിന് ജാമ്യം. ചികിത്സയ്ക്കായി PC ജോർജിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പൊൻകുന്നത്തിന് ഇനി ഉത്സവ ലഹരി നിറഞ്ഞ രാപ്പകലുകൾ. പുതിയകാവിൽ കൊടിയേറി കുംഭഭരണിയും ആറാട്ടും മാർച്ച് 4-ന്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.